അപ്പോൾ ഹലോ ആൻഡ് വെൽക്കം ടു കറിവീട് വ്ളോഗ് നമ്പർ 14. റംസാൻ്റെ ഒക്കെ സമയമാണല്ലോ, ഒരു ബിരിയാണി കഴിക്കാൻ ഒരു ആഗ്രഹം വന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം 1.5 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് വൈറ്റ് ഓണിയൻ ആണ്. പിന്നെ ഒരു വലിയ ടൊമാറ്റോ ചതച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5 അല്ലി വെളുത്തുള്ളിയും ഒരു 2 ഇഞ്ച് ജിഞ്ചറും ചതച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, 2 ബേ ലീഫ്, കുറച്ച് ക്ലോവ്, പിന്നെ ഒരു സിനമൻ, പിന്നെ കുറച്ച് കാടമം, ഒരു സ്റ്റാർ അനീസ്. ഈ ചിക്കൻ എത്രയുണ്ട്? ചിക്കൻ ഒരു 800 ഗ്രാംസ് വരും. 1 kg വരെ നമുക്ക് ഇതിനകത്ത്. പിന്നെ ഇതോ? ഇത് കുറച്ച് പുതിനയും കുറച്ച് മല്ലിയിലയാണ്. നമുക്ക് ചിക്കൻ കറിയിലും ബിരിയാണിക്കും വേണ്ടിയിട്ട് 3 cups ഓഫ് റൈസ് ആണ് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. പൂക്ക് ചൂടായി, അപ്പം ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. ഇനി നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള കാരമലൈസ്ഡ് ആക്കി എടുക്കണം അല്ലേ? അതെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. സവാള നന്നായിട്ട് കാരമലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിൽ 1/3 ഭാഗം ഞാൻ എടുത്ത് മാറ്റുകയാണ് പിന്നെ ഉപയോഗിക്കാനായിട്ട്. അടുത്ത് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. ജിഞ്ചറും ഗാർലിക്കും എല്ലാം വഴണ്ട് കഴിഞ്ഞു. അപ്പം നമ്മൾക്കിനി ചിക്കൻ ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴണ്ടോട്ടെ. ഇനി അടുത്തത് 2 പച്ചമുളക്, ഒരു വലിയ കഷ്ണം പട്ട, ഒരു സ്റ്റാർ അനീസ്, ഒരു 3-4 ഏലക്ക, 2 ബേ ലീഫ്, പിന്നെ കുറച്ച് ഗ്രാമ്പു. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ആവശ്യമുള്ള മസാല ചേർക്കാം. 1 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതാണ്, 1 ടീസ്പൂൺ കൊറിയാൻഡർ മല്ലിപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൊടിയും കുരുമുളക് പൊടിയും ഇട്ടു. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വലിയ ടൊമാറ്റോസ് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾക്ക് ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഈ ടൊമാറ്റോ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. നമുക്ക് എന്തായി നോക്കാം, തുറന്ന് നോക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് 120 ml നല്ല തൈര്, കട്ട തൈര് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. 5 മിനിറ്റായി. നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 1.5 കപ്പ് ചൂടുവെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ്, പുതിന ഇലകൾ, പിന്നെ കുറച്ച് പച്ചക്കൊത്തമല്ലി, ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 20 മിനിറ്റ് വരെ നമുക്ക് ബിരിയാണിക്കുള്ള വെള്ളം വെക്കാം.
അതിനുള്ളിൽ ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, ഒരു ബേ ലീഫ്, 2-3 ഏലക്ക, കുറച്ച് ഉപ്പ്, കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഓക്കെ, ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കുകയാണേ. ഓക്കെ, വെള്ളം തിളച്ചു. 3 കപ്പ് ഓഫ് റൈസ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ട് ചേർക്കാം. എന്നിട്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം, അടച്ചു വെക്കാം. ഓക്കെ, അരി വെന്ത് കഴിഞ്ഞു പാകത്തിന്. നമുക്കിനി അത് വാർക്കാം. ഓക്കെ, നമുക്ക് തുറന്ന് നോക്കാം ചിക്കൻ എന്തായെന്ന്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ആ കാരമലൈസ് ചെയ്ത ഓണിയൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് പുതിനയും കുറച്ച് പച്ചക്കൊത്തമല്ലിയും. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിൻ്റെ മേലെ തൂക്കിക്കൊടുക്കാം. ഇനി അടുത്തത് ബാക്കിയിരിക്കുന്ന ഓണിയൻ, വറുത്ത ഓണിയൻ ഞാൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പുതിന, പച്ചക്കൊത്തമല്ലി, പിന്നെ ഞാൻ കുറച്ച് സാഫ്രൻ കളറും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് ബട്ടർ ഇതിൻ്റെ മേലെ ഇടാൻ പോവാണ്. എന്നിട്ട് ഒരു 30 മിനിറ്റ് ദമ്മിൽ വയ്ക്കാം. ഞാൻ സാലഡ് ഉണ്ടാക്കുകയാണ്. 1 കപ്പ് തൈര് എടുത്തു, അതിനുള്ളിൽ കുറച്ച് സവാള അരിഞ്ഞിട്ടു, പിന്നെ ഞാൻ ഹാഫ് കുക്കുംബർ ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ഉപ്പിടാൻ പോവാണ്. ഓക്കെ, നമുക്കിനി തുറന്ന് നോക്കാം. ഓക്കെ, നമുക്കിനി പ്ലേറ്റ് ചെയ്യാം. ബിരിയാണി ആയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി വിത്ത് കുക്കുംബർ ആൻഡ് സവാള റൈത്ത. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഞങ്ങൾക്ക് ഇനി വീഡിയോസ് ഉണ്ടാക്കാനായിട്ടൊരു പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ, ദിസ് ഈസ് കറിബീഡ് അമ്മാസ് കുക്കിംഗ് സൈനിങ് ഔട്ട്.